പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, രണ്ട് വാചകങ്ങൾ മുത്തുനബി അവിടെന്ന് പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ. അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ. ഏത് വാചകമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് അധികമായി പറഞ്ഞു പഠിച്ചോ. ഓർമ്മ വേണ്ടേ? മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, തംലഉ മാ ബൈന സമാഇ വൽ അർള്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ്. കാരണം പ്രവചിക്കാൻ കഴിയില്ല. ആ ദിക്റിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ്. രണ്ടാമത്തെ ദിക്റേതാ? അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ദിക്റേതെന്നറിയുമോ? അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്റാണ്. ഈ ദിക്റിന്റെ പ്രതിഫലം പറയാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ നന്മ ഇങ്ങനെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ അധികമായി പറയണേ, ദിക്റുകൾ അധികമായിട്ട് പറയണേ. ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്റുകളുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ പോയല്ലോ, അല്ലാഹനെ കാണാൻ പോയല്ലോ. ആ കാണാൻ പോകുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ മുത്തുനബി പോകുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി ചോദിക്കുന്നു, ജിബ്രീലേ, കൂടെ ആരാവുള്ളത്? കൂടെ ആരാവുള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, അവസാന പ്രവാചകനാണ്. അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി വിളിച്ചു, നബിയേ. ഇബ്രാഹിം നബി വിളിക്കുകയാണ്. മുത്തു നബിയെ വിളിച്ചിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ ദാസന്മാരോട്, അങ്ങയുടെ സമുദായത്തിനോട് സ്വർഗ്ഗത്തിൽ മരം നടാൻ പറയണേ നബിയേ. അല്ലാഹുവേ, ഇബ്രാഹിം നബി പറയുകയാ, മിഅ്റാജിന്റെ യാത്രയിൽ ഇബ്രാഹിം നബി മുത്തു നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ സമുദായത്തോട് പറയണം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുപാട് മരം നടാൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് ഒരുപാട് മരം നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എങ്ങനെയാ സ്വർഗ്ഗത്തിൽ മരം നടാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി മുത്തു നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട്. അല്ലാഹുവേ, അത് സ്വർഗ്ഗത്തിൽ മരം നടുന്ന ദിക്റാണ്. അല്ലാഹ്, അത് ജീവിതത്തിൽ പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇബ്രാഹിം നബി സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്തുണ്ട്, ആകാശ ലോകത്തൊരു ഭാഗത്തുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ ജിബ്രീലെ കൂടെ? അല്ലാഹ്, അൽഹംദുലില്ലാ, നബിയെ ഇവിടെന്ന് പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പൊ പറഞ്ഞു, ചങ്ങാതി, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, അതെ, നമ്മളെയൊക്കെ അറിയുന്നുണ്ട്, നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത്, എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ പോകട്ടെ എന്ന്. കാരണം ഇബാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്. 50 വക്കത്ത് 5 ആക്കിയ കഥയൊക്കെ അറിയാമല്ലോ. ഈ 50 വക്കത്ത് 5 വക്കത്തായത് എങ്ങനെ പറഞ്ഞു കൊടുത്തില്ലേ? അല്ലാ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ 50 നിങ്ങൾ 5 ആക്കി തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, സ്വർഗ്ഗത്തിൽ കഴിവിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നട്ടൂടെ?
അങ്ങനെ പോവാണ് രാവിലെ വണ്ടി വിളിച്ച്. സ്വർഗത്തിൽ മരം നടാൻ നാളെ രാവിലെ പോവല്ലേ? പോണോ അവിടെ? അവിടെ ഇവിടെയൊക്കെ ഏക്കർ കണക്കിന് വാങ്ങിച്ചിടുന്ന പോലെയല്ല, സ്വർഗത്തിൽ കുറച്ച് ഏക്കർ കണക്കട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതാ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ദിക്ർ ഇങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിൽ മരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിക്റ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ദിക്ർ പറയുക എല്ലാവരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. 99 രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാ. ലാ ഹൗല എന്ന് പറയുന്ന ലേഖ്യം കഴിക്കണമെന്ന് അഴുവസ്ഥ പറയാറുണ്ട്. ഈ ലാ ഹൗല എന്ന് പറയുന്നത് നിസ്സാരമായി തെള്ളിക്കളയേണ്ട ഒരു ദിക്റല്ല. ആ ദിക്റിന് 99 രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട്. അതിലെ ഒരു രോഗമാണ് മനസ്സമാധാനം. അതിലെ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗമാണ് അത്, മനസ്സമാധാനം. ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത്? ലാ ഹൗല ലേഖ്യം. അതെങ്ങനെ കഴിക്കാനാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് വേണോ? ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായൊരു സഹാബിയുണ്ട്. ഒറ്റ രാത്രി നേരം വെളുത്തപ്പോൾ കോടിക്കണക്കിന്, എത്രയോ ഒട്ടകങ്ങൾ, ഒരുപാട് സമ്പത്ത് കൊടുത്തു. അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോൾ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ, സഹാബിയ, ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യവുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോൾ വാപ്പ പറഞ്ഞു, ഇതൊന്നും ഇവിടെ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയി മസല ചോദിച്ചു. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ദിക്ർ പറഞ്ഞതിൻ്റെ മഹത്വം അല്ലാഹ് കൊടുത്താ എടുത്തോളെ. അപ്പോൾ ഒരൊറ്റ ദിക്ർ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും? സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വേണോ? ദിക്ർ വേണോ? സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറുവപ്പാ. എങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്, വല്ലാത്ത രോഗങ്ങൾ വരികയാണ്, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്, വലിയ വലിയ രോഗങ്ങൾ കടന്നു വരികയാണ്, കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ്, മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ, ആ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട്, എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും. 2 ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വയൽഹർ അസ്വാ, അല്ലാഹുവേ അവിടുന്ന് പറയുന്നു, വയൽഹർ അസ്വാ ലിദ്ദഅതി ഫീ വജ്ഹി, ഈമാനിന്റെ പ്രകാശം അല്ലാഹു അവരുടെ മുഖത്ത് കൊടുക്കുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കണ്ടാ തന്നെ അറിയാ എന്തൊരു സൗന്ദര്യമെന്നറിയോ. തൊലിയുടെ വെളുപ്പല്ല, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ. അത് ഈമാനിന്റെ പ്രകാശമാണ്, അത് ഈമാനിന്റെ പ്രകാശമാണ്. ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ മരിച്ചു കിടന്നപ്പോ ആ മുഖത്ത് കണ്ട പ്രകാശം, ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രകാശമാണ്. അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഈമാനിന്റെ പ്രകാശമാ. നിസ്കരിക്കാൻ തുടങ്ങിക്കോ, നിന്റെ മുഖത്ത് അല്ലാഹു ഈമാനിന്റെ പ്രകാശം തരികയാണ്. 3 റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും അല്ലാഹു നിനക്കൊരു സ്ഥാനം തരികയാ. അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വയുഹിബ്ബു ഖുലൂബി ഇബാദി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിനാ റസൂലുള്ളാഹി. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തേടപ്പ എനിക്ക് 10-60 വയസ്സുണ്ട്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ആദരിക്കണില്ല, ഓനെ എന്താ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? അത് അള്ളാഹു എടുത്തതാ. അത് അള്ളാഹുവിലേക്ക് അടുക്കും. അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം,
ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ്, അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയദ്കുറു ലിസാനുഹു ഹിക്മ, ചിലരുടെ നാവിന് വല്ലാത്ത പവറാ. ചില ആൾക്കാരുടെ നാവിന് വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ, അവന്റെ വാക്ക് വല്ലാത്തതാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെ വാക്കിൽ അള്ളാഹു വല്ലാത്ത അസറ് വെച്ചിട്ടുണ്ട്. അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാ, റാഹത്താകും. ചിലപ്പോൾ താടി കാണില്ല, തഴമ്പ് കാണില്ല, ഒന്നും ഉണ്ടാവില്ല. വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല. ചില ആൾക്കാർ തഹജ്ജുദ് നിസ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട്, പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും. നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥൊക്കെ ഉണ്ടിട്ടാ. പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് പറയാം, അത്ത ഒന്ന് ദുആ ചെയ്തേക്കണം, അത് മതി. ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും, ഉസ്താദെ അത്താടെ ദുആ ഉണ്ടെങ്കിൽ എന്താ ഇല്ലേ, എന്തേതങ്ങനെ പറയണേ, നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ മക്കൾ പറയൂ, എൻ്റെ വാപ്പാടെ ദുആ മതി ഉസ്താദെ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ? അവൻ നോക്കുമ്പോൾ പടച്ചവരെ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല. അവൻ വിചാരിക്കണം ഞാൻ 5 നേരം നിസ്കരിക്കുന്നു, വാപ്പായ്ക്ക് ഒന്നുമില്ല, പിന്നെന്താ വാപ്പാടെ ദുആ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയാം, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ ഞാൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പ ഉണ്ടല്ലോ, എൻ്റെ വാപ്പാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. ഉമ്മ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഉമ്മാടെ ദുആ ഉണ്ടല്ലോ, അത് മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെ നാവുകൾക്ക് 5 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നാവിന് റസൂലുള്ളാഹി പറഞ്ഞു, വയദ്കുറു ലിസാനുഹു ഹിക്മ, അല്ലാഹുവിന്റെ നാവിനൊരു പവർ കൊടുക്കും. അൽഹംദുലില്ലാ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വയജഅലു ഹകീമ, അല്ലാഹു അവരുടെ ചിലർക്ക് അങ്ങനെ കിതാബൊന്നും പഠിക്കണമെന്നില്ല, 10 കിതാബ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പമാരുണ്ട്. ഉസ്താദന്മാർ പറയുന്നതിനേക്കാളും നല്ലപോലെ മസലകൾ പറയും, ഇല്ലേ? 10 കിതാബ് ചിലപ്പോൾ വലിയ അറിവൊന്നുമല്ല, വലിയ ഹത്തീബൊന്നും ആയിരിക്കത്തില്ല, വലിയ പണ്ഡിതരൊന്നും ആയിരിക്കത്തില്ല. എന്ന പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മമാരില്ലേ, ഉമ്മാമ്മമാരൊക്കെ, അവരൊക്കെ എന്താ ഹദീസുകൾ മസലകളൊക്കെ പറയണേ? അതൊക്കെ ഇത് എവിടുന്ന് കിട്ടിയതാ? അത് അള്ളാഹു ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക്. പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയും, നമ്മളിങ്ങനെ കണ്ണന്തള്ളി നിപ്പാണ്ട്. ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട്, എവിടുന്ന് കിട്ടിയപ്പോൾ ഇവർക്ക് ഈ അറിവ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു അവന് ഹിക്മത്ത് കൊടുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിവ് കൊടുക്കുമെന്ന് മഹാനായി നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5 കാര്യങ്ങളാണിത് ദുനിയാവിൽ കിട്ടുന്നതാണ്. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ്. 2, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാം. 3, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവനെ ആദരിക്കുകയാണ്. അവന് പൈസ കൊടുക്കണ്ട, ഇലക്ഷന് നിൽക്കണ്ട, ഫ്ലക്സ് അടിക്കണ്ട, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടതാണ്. 4മതായിട്ട് പറയുന്നു, അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ്, അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ്. 5മത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ്, അല്ലാഹു അവന് അറിവ് കൊടുക്കുകയാ. മസലകളൊക്കെ പറയാനുള്ള അറിവ് അല്ലാഹു തന്നെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലം ഇരിക്കുന്നത്. ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്. ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ. ആയിഷ യഹ്ശറു മിൻ ഖബരി അബിയൽ വജ്ഹി, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ, വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ. വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, നാളെ ചില മുഖങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നതാണ്, ചില മുഖത്ത് വല്ലാത്ത പ്രകാശം. പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവില് ഖബറിന്റെ അകത്ത് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബാ. റസൂൽ
റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത്. രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച പെങ്ങള്, നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല, നിന്റെ മക്കളറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നീയും അല്ലാഹുവും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏഴാമത്തെ പ്രതിഫലം എന്താ? വയസ്റു അലാഹിൽ ഹിസാബ്. നിന്റെ വിചാരണ എളുപ്പവാ, നിന്റെ ഹിസാബ് എളുപ്പവാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. കോടാനി കോടി ജനങ്ങളുണ്ട്, കോടാനി കോടി ജനങ്ങളുണ്ട്. എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ്. അവരല്ലാഹുവേ ഒരു കുറഞ്ഞ സംഘമാണ്, ഒരു കുറഞ്ഞ സംഘമാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് ആ വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ? അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. മുത്തി നബിയല്ലേ പറഞ്ഞത്, അവര് തഹജ്ജുദ് നിസ്കരിച്ചവരാ, അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ. അവർക്ക് നാളെ വിചാരണയില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അല്ലാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ്. നിങ്ങൾ പൊക്കോ, രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ? സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ, ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് എന്നോട് ദുആ ചെയ്യാ എഴുന്നേറ്റ് നിന്ന മനുഷ്യ, ഇന്ന് നിനക്ക് വിചാരണയില്ല, നിനക്കിന്ന് പ്രയാസമില്ല, യാതൊരു ഭയവും നിനക്കില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാ. എന്റെ മുസ്ലിമേ, എന്റെ നിനക്ക് ഈമാനില്ലാതെ പോയത്, എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? വയുഅതി കിതാബഹു ബിയമീനിഹി യൗമൽ ഖിയാമ. ഈ ചുമലിലിരിക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ, എല്ലാം എഴുതുകയാണ്. ഞാൻ ഈ പറയുന്നത് എഴുതുകയാണ്, ഈ ഇരിക്കുന്നത് എഴുതുകയാണ്. എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അത് എടുത്തു തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ. മുത്തുനബി പോലെ കരഞ്ഞു പോയില്ലേ? റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ലേ? ആയിഷ, ആ സ്ഥലത്ത് ആരും ഉണ്ടാകില്ല ആയിഷ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ. അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹനെ മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ച ആ കിതാബ് കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ നരകത്തിന്റെ അവകാശിയാ, അവൻ നഷ്ടപ്പെട്ടു പോയവനാ, അവൻ പരാജയ
പരാജയപ്പെട്ടു പോയവരാ. അവനെക്കാലം നശിച്ചാരും പരലോകത്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ, മോനെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരെ, അല്ലാഹു നാളെ തരുവടാ നിന്റെ വലത് കൈയിലേക്ക് ആ നന്മ തിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു നിന്റെ വലത് കൈയിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അവസാനത്തെ പ്രതിഫലമെന്തേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയമുറു അല സിറാത്ത്. മഴ പെയ്യുമ്പോ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മഴയുമൊക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ. ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ്. നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം, ആ പാലത്തിന് വല്ലാത്ത നീളമാണ്, അതിന് വല്ലാത്ത ഇരുളാണ്, അതിന് വല്ലാത്ത മൂർച്ചയാണ്, അതിന് വല്ലാത്ത വഴിവഴുപ്പാട്. അത് കടക്കാൻ കോടാനുകോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ ഇടയുന്നവരുണ്ട്. അല്ലാഹുവേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ആയിഷാ ബീവി പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഇടിയും മഴയും വരുമ്പോ ആകാശത്ത് മിന്നൽ കാണുന്നത് പോലെ നാളെ നീ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. സിറാത്ത് എന്ന് പറയുന്ന പാലം കടക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവേ, 10ാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? 10ാമത്തെ പ്രതിഫലമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത, എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗ